എന്ത്? നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഇവിടിപ്പോ ബാബുവിനെയാണ് പ്രതീക്ഷിച്ചത് അല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ കയ്യിലിരിക്കുന്ന ഈ കത്ത് ഞാൻ എഴുതിയതാണ്. നടുങ്ങണ്ട. എന്റെ കത്ത് നിരസിക്കാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്കൊന്നും അറിയണ്ടേ? അപ്പോ ബാബുവിനെ കാണാൻ നീ എവിടെ വേണമെങ്കിലും പോകും അല്ലേ? അത് എന്റെ ഇഷ്ടമാണ്. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് രണ്ടിലെന്നറിഞ്ഞ നിന്നെ ഞാൻ വിടും. ഷാൻ, അവളെ വിടും. നീ ഇവിടെ വരാതെ പറ്റുമോ? പക്ഷെ ഞാൻ സ്റ്റണ്ടിലൊന്നും വന്നതല്ല, നിന്നെ അവസാനമായി ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. നീ ചതിയനാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ ഗുണം നീയും കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ പിന്തുടർന്നത്. മര്യാദയ്ക്ക് പോകും. ഇന്നലെ വരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ബാബുവിനെ ഇതുപോലെ നിർത്തി കൊടുക്ക്. എന്നിട്ട് നമ്മൾ അടിക്ക്. കാണത്തെ ആര് ജയിക്കുമെന്ന്. All right. See you again. ഒരു കോൾ. കുമാര, 20 വർഷക്കാലമായിട്ട് നീ ഗീതാ ബീഡി കമ്പനിയെ ഡ്രൈവറാണ്. ഇതുവരെ നിനക്കൊരു സെന്റ് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. നിനക്ക് ഞാൻ കൈ നിറച്ച് പണം തരാം. മുതലാളി, ഇത്രയും കാലം അവരുടെ ചോറ് ഉപ്പും കൂട്ടി തിന്നവനാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന വഞ്ചനയല്ലേ? ഒരു വഞ്ചനയില്ലടാ. കടവിൽ കിട്ടുന്നത് കൈവിട്ട് കളയുന്നവൻ മണ്ടനാണ്. നീ വാ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലേ. ഇതാ മണത്ത് നോക്ക്. എന്താ? കഞ്ചാവ. നിന്റെ മുതലാളി ഇപ്പോ ബീഡി പാക്കറ്റിൽ വിദേശത്തേക്ക് കഞ്ചാവ് കയറ്റി അയക്കുകയാണ് അല്ലേ? ഏമാനെ, എനിക്കൊന്നും അറിയില്ല ഏമാനെ. ഞാൻ പാവമാണേ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കമാൺ. നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ നിന്നും കഞ്ചാവ് ബീഡി കയറ്റി അയച്ചു എന്ന് പറഞ്ഞാൽ അത്... മിസ്റ്റർ സോമൻ, നിങ്ങളുടെ വാനിൽ നിന്ന് ഇന്നലെ രാത്രി പിടിച്ചെടുത്തത് കഞ്ചാവ് ബീഡിയാണ്. ആ നിലയ്ക്ക് എനിക്ക് നടപടി നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ സ്റ്റോക്ക് പരിശോധിച്ച് കേസ് തീരുമാനമാകുന്നവരെ ഈ കമ്പനി പൂട്ടിയിട്ടേ പറ്റൂ. സാർ, എക്സ്ക്യൂസ് മീ. സോമനല്ലേ? ഞാൻ പ്രസാദ്. ഗീതാ ബീഡി കമ്പനിയിൽ നിന്ന് ഇപ്പൊ കയറ്റി അയക്കുന്നത്
കഞ്ചാവ് പീടിയാണെന്ന് കേട്ടല്ലോ. യു ഷട്ട് അപ്പ്. ക്ഷോഭിക്കണ്ട, കമ്പനി പൂട്ടിയെന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ചിരിച്ചോളൂ. ഈ ചിരി ഏറെ താമസിയാതെ കരച്ചിലായി മാറും. ഈ സ്ഥാപനത്തെ തൽക്കാലം കരുതേച്ച് കാണിക്കാൻ തനിക്ക് സാധിച്ചു. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നേരിട്ട് കണ്ടോളൂ. വെയിറ്റ് ആൻഡ് സീ. എന്താ പാപ്പ? നമ്മളെ പലൊരു കാര്യത്തിനും വേണ്ടി പുറത്തേക്ക് പോവാണ്. വരാൻ ഇത്ര വൈകും. തലയിൽ ചോറ് കൊടുത്തേച്ച് നീ കിടന്നോ. പാപ്പ കാലേ ശരട് കെട്ടണ്ടേ? അതൊരു പ്രാവശ്യം കെട്ടിയാൽ മതി എന്ന് നമ്മളെന്നോട് പറഞ്ഞില്ലേ. മയ്യത്താകുന്നത് വരെ അതിന്റെ സക്കതി കാണും. നമ്മൾ എവിടെയാണെങ്കിലും ആരെങ്കിലും അന്നെ തൊട്ട നമ്മളെ മണിയടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. ശരി പാപ്പ. ശരിമേ, പാപ്പ പുറത്തേക്ക് പോവാണ്. സൈനവനെ പൊന്നുപോലെ സൂക്ഷിച്ചോളണം. അതിന്റെ മാറ്റടിച്ച് നോക്കരുത്. നോക്കിയാ നമ്മളെ പണിയടിക്കും. എന്റെ പൊന്നു പാപ്പ, ഞാൻ പാപ്പയുടെ മോനല്ലേ, പിന്നെ ഞാൻ അവളെ അടുത്ത് പോവോ? ആ പെണ്ണ് നിന്റെ അടുത്ത് വന്നാലോ? ചിപ്പൊടി പുറത്തുനിന്ന് പറയും. കേട്ടില്ലെങ്കിൽ അവളെ ഒറ്റടിക്ക് സൂപ്പാക്കും. അപ്പൊ ഈ പാപ്പാന്റെ മോൻ തന്നെ. നമ്മൾ പോയിട്ട് വരാം. സൈനബാ, നിങ്ങൾ അപ്പുറത്ത് പോ. പാപ്പാന്റെ പണി അടിക്കും. അതേ മോട്ടിച്ചു. ഏത് പാപ്പന്റെ പണി? നേരാ? നേര്. എന്നാ അതൊന്ന് കാണട്ടപ്പാ. അതങ്ങനെ വെറുതെ കാണിച്ചു തരാൻ പറ്റില്ല. ഇനി മുതൽ ബാപ്പയുടെ മണി അടിക്കില്ല, എന്റെ മണി അടിക്കും. വെറുതെയാ. സംശയം തൊട്ടു നോക്ക്. തൊട്ടു നോക്കാൻ. അലാക്കിന്റെ പണി കിണുകിടാന്ന് അടിക്കാനില്ല. അതാണ് ബാപ്പയുടെ മണിയും എന്റെ മണിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിനക്ക് കൂട്ടമണി അടിക്കുന്ന കേൾക്കണം. എങ്ങനെ കേൾക്കും? നിങ്ങൾ വാ. ഇങ്ങ് വരെ. ഇങ്ങോട്ട് വന്നേ. വരൂ. കൂട്ടമണി കേൾക്കണമെങ്കിലേ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക്. ധൈര്യമായിട്ട് പിടിക്കാൻ. കെട്ടിപ്പിടിക്കാൻ. കൂട്ടമണി കേട്ടിട്ടേ നമുക്ക് കുളിര് കൂറിന്. കുളിര് കോരണം. കുളിര്